ഹലോ എവ്രി വൺ, വളരെ സന്തോഷം. കാരണം നമ്മൾ ഫിസിക്സ് പ്ലസിൻ്റെ ജേർണി തുടങ്ങിയിട്ട് +2 ചാപ്റ്റേഴ്സാണ് നമ്മൾ കാര്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. കാരണം എക്സാം ഉള്ളത് കൊണ്ട് ഒബ്വിയസ്ലി കുട്ടികളെല്ലാം +2 ആണ് കൂടുതൽ ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സോടുകൂടിയിട്ട് രണ്ടാമത്തെ ചാപ്റ്ററും കഴിഞ്ഞു. ഇപ്പോഴാണ് നമ്മൾ ജസ്റ്റ് കണ്ടിന്യൂയിങ് തേർഡ് ചാപ്റ്റർ കറണ്ട് ഇലക്ട്രിസിറ്റി സ്റ്റാർട്ട് ചെയ്യാണ്. ചാപ്റ്ററിന്റെ ഔട്ട്ലൈൻ ഒന്ന് പറഞ്ഞുതരാം. വെരി ഇമ്പോർട്ടൻറ്റ് സെഷൻ ആണ്. ഫുള്ള് ഇരുന്ന് കണ്ടോളാം. ഉറപ്പ് തരാണ് നമ്മൾക്ക് 100% എക്സാമിന് യൂസ്ഫുൾ ആയിരിക്കും. തുടങ്ങാണ്. ചാപ്റ്റർ കണ്ടന്റ് ആദ്യം ഞാൻ പറഞ്ഞുതരാം. കറണ്ടിന്റെ ഡെഫിനേഷൻ വെച്ച് നമ്മൾ തുടങ്ങുകയാണ്. I is equal to Q/T, dQ/dt, ആവറേജ് കറണ്ട്, ഇൻസ്റ്റന്റേനിയസ് കറണ്ട്, കോൺസ്റ്റന്റ് കറണ്ട് തുടങ്ങി. കണ്ടക്ടറിനെ കുറിച്ചിട്ട് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അതിന്റെ കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആയിട്ട് ബാറ്ററി കണ്ടക്ടറിൽ കണക്ട് ചെയ്താൽ എങ്ങനെ ഇരിക്കും, അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ ഇരിക്കും, ബാറ്ററി ഒന്നും ഇല്ലാണ്ട് കണ്ടക്ടർ വെറുതെ വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും കണ്ടക്ടറിന്റെ ബിഹേവിയർ, അത് നമുക്ക് അറിയണം. എപ്പോ അടുത്ത ടോപ്പിക് ഡ്രിഫ്റ്റ് വെലോസിറ്റിയിൽ വരുമ്പോൾ ഇതിനെ കുറിച്ച് നമുക്ക് അറിയണം. ഡ്രിഫ്റ്റ് വെലോസിറ്റി എക്സാമിന് 3 മാർക്കിന് ചോദിക്കാറുള്ള ഒരു 2-3 ഡെറിവേഷൻ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഒന്ന് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇൻ ടേംസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് VD is equal to EM/τ റിലാക്സേഷൻ ടൈം വരും. പിന്നത്തേത് VD ഇൻ ടേംസ് ഓഫ് വോൾട്ടേജ്. അപ്പൊ ഇത് ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇൻ ടേംസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അടുത്തത് ഇൻ ടേംസ് ഓഫ് വോൾട്ടേജ് ആണ്. രണ്ടും ഡിഫറെന്റ് ആണോ. മൂന്നാമത്തേത് കറന്റ് ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി 5 മാർക്സ്. അപ്പൊ ഇത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം for 3, ഇത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം for 3, ഇത് യു ക്യാൻ എക്സ്പെക്ട് for 5. കണ്ടിന്യൂവേഷൻ ആണ്. ജസ്റ്റ് കണ്ടിന്യൂവേഷൻ എളുപ്പമാണ്. കൺസെപ്റ്റ് മനസ്സിലായാൽ നിങ്ങൾക്ക് കണ്ണുറച്ച് 5 മാർക്ക് കിട്ടും. പിന്നെ ഓംസ് ലോ 10ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. പക്ഷെ നമ്മൾ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ ഓംസ് ലോ വെച്ചിട്ടല്ല തുടങ്ങുന്നത്. ഓംസ് ലോ കുറച്ച് കഥകളൊക്കെ പറഞ്ഞ് ഈ ഒരു കാര്യത്തിലൂടെ ഒക്കെ കടന്നു പോയിട്ടാണ് നമ്മൾ 10ാം ക്ലാസ്സിലെ ഓംസ് ലോയും +2ലെ ഓംസ് ലോയും നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്പയർ ചെയ്ത് നോക്കുന്നത്. V is equal to IR 10th പഠിച്ചു. +2 എത്തുമ്പോൾ നമ്മൾ V is equal to I mL/ne² τ A എന്ന് പറഞ്ഞ സാധനം പഠിക്കും. അതിന്റെ ഡെറിവേഷൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ റെസിസ്റ്റിവിറ്റി നമ്മൾ 10ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. അതിന്റെ ഫോർമുല നമ്മൾ ഡെറൈവ് ചെയ്യുന്നു. സോ ഇൻ ടോപ്പിക് നോക്കുമ്പോൾ 7 ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഉപകാരം ഉണ്ടാവും. കാണാം നമുക്ക്. ദിസ് ഇസ് മുനീബ് ഹനീഫ വിത്ത് ഫിസിക്സ് പ്ലസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ പാഠം സ്റ്റാർട്ട് ചെയ്യാണ്. കറണ്ട് ഇലക്ട്രിസിറ്റി. എളുപ്പമാണ് പാഠം. എളുപ്പം എന്ന് പറഞ്ഞാൽ പാഠത്തിൻ്റെ കുറച്ച് ബേസിക് കാര്യങ്ങളൊക്കെ നമ്മൾ 10th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ തന്നെ കറണ്ടായിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ റെസിസ്റ്റൻസ് പഠിച്ചിട്ടുണ്ട്. ഹൗസ് ദ കറണ്ട് ഫ്ലോയിങ് ഇൻ എ കണ്ടക്ടർ, അതെല്ലാം നമ്മൾ പഠിച്ചതാണ്. സോ സ്റ്റാർട്ടിങ് ഒക്കെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. അതിൻ്റെ ഇടയിൽ കുറച്ച് ലെവൽ കൂടിയ +2ലെ കുറച്ച് പുതിയ കൺസെപ്റ്റുകൾ വരുന്നുണ്ട്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ചാപ്റ്റർ ലെങ്തി ആണ്, പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് സ്കോറിംഗ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും. ഇന്ന ക്വസ്റ്റ്യൻസ് 5 മാർക്കിന് ചോദിക്കും, ഇന്ന ക്വസ്റ്റ്യൻസ് 3 മാർക്കിന് ചോദിക്കും, ഇന്ന സ്ഥലത്ത് നിന്ന് പ്രോബ്ലംസ് വരാം. അപ്പോൾ നമ്മൾക്ക് ആ ഒരു ഏരിയ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷുവറായിട്ട് സ്കോറിംഗ് ആണ് ചാപ്റ്റർ. അപ്പോൾ തുടങ്ങാം നമുക്ക്. കറണ്ട് ഇലക്ട്രിസിറ്റി. എന്താണ് കറണ്ട് എന്ന് പറഞ്ഞാൽ? കറണ്ട് എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് എന്താ? വാട്ട് ഈസ് കറണ്ട്? കറണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂഷ്വലി ഉപയോഗിക്കാറ് ഫ്ലോ. ഇഫ് എനിത്തിങ് ദാറ്റ് ഈസ് ഫ്ലോയിങ്, എന്തെങ്കിലും ഒഴുകുന്നതിനെയാണ് നമ്മൾ കറണ്ട് എന്ന് പറയാം. ഇതായിട്ട് ചിന്തിക്കേണ്ട കേട്ടോ, കണക്ട് ചെയ്ത് ചിന്തിക്കേണ്ട. വിൻഡ്, കാറ്റടിക്കുന്നതിന് നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വിൻഡ് ഫ്ലോ എന്നൊക്കെ പറയില്ലേ. അപ്പൊ അതിനെ നമ്മൾ ഉപയോഗിക്കുന്ന വേറെ ടേം ആണ് കറണ്ട് എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ദ ഫ്ലോ. ഇലക്ട്രോ എന്ന് പറഞ്ഞ വേർഡ് നമുക്ക് ഫെമിലിയർ അല്ലേ.
എന്താണ് ഇലക്ട്രോ എന്ന് പറഞ്ഞാൽ? നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് മുതൽ ഇലക്ട്രോ എന്നുള്ളൊരു വേർഡ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ചാർജസ് ആണ്. അപ്പൊ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ കഴിയാം അത് എന്താണ്? അത് ചാർജിന്റെ ഫ്ലോവിനെ കുറിച്ച് പറയുന്ന ഒരു ടേം ആണ് എന്ത്? കറണ്ട് ഇലക്ട്രിസിറ്റി. ഓക്കെ, അപ്പോൾ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ അറിയാലോ? ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഫോം ഓഫ് എനർജിയാണ്. നമ്മളിപ്പോ ഞാനിപ്പോ ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ലൈറ്റ് എനർജിയാണ് എന്ത്? ഇലക്ട്രിസിറ്റി. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ ഫുള്ള് പഠിക്കാൻ പോകുന്നത് ചാർജസ് ഇൻ മോഷൻ ആണ്. അപ്പൊ കറണ്ട് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് ഈസ് നത്തിങ് ബട്ട് ദി റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജസ് ആണ് കറണ്ട് എന്ന് പറഞ്ഞാൽ. അറിയാം, റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താ? റേറ്റ് എന്ന് പറഞ്ഞാല് വിത്ത് റെസ്പെക്ട് ടു ടൈം എന്നാണ് അർത്ഥം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ് ആര്? വെലോസിറ്റി. അറിയാലോ, v is equal to dx by dt. ആ വേർഡ് നമുക്ക് ഫെമിലിയർ അല്ലേ? dx by dt എങ്ങനെ നമ്മൾ ഇതിനെ പറയാം? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ്, സോറി ഡിസ്പ്ലേസ്മെന്റ് ആണ് എന്ത്? വെലോസിറ്റി. അപ്പൊ അതേപോലെ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജസ് ആണ് കറണ്ട് എങ്കിൽ നമ്മൾ എങ്ങനെ ഇവനെ പറയും? കറണ്ടിനെ നമുക്ക് എഴുതാൻ പറ്റും എങ്ങനെ? ഐ ആണ് നോർമലി നമ്മൾ കറണ്ടിനെ റെപ്രസെന്റ് ചെയ്യാറ്. ഐ ഇസ് ഈക്വൽ ടു ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും എന്നറിയോ? റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജിന് എനിക്ക് ചാർജ് ബൈ ടൈം ക്യൂ ബൈ ടി. ഇത് എപ്പോഴാണെന്നറിയോ? ഈ ഒരു ഇക്വേഷൻ വാലിഡ് ആവുക എനിക്ക് എഴുതാൻ പറ്റുക വെൻ ചാർജ് ഇസ് കോൺസ്റ്റന്റ്. ചാർജ് കോൺസ്റ്റന്റ്, ആ ഒരു നിശ്ചിത ചാർജിന്റെ എണ്ണം ഒരു സമയത്ത് കോൺസ്റ്റന്റ് ആയി പോകുമ്പോൾ മാത്രമേ എനിക്ക് കറണ്ട് ഇസ് ഈക്വൽ ടു ചാർജ് ബൈ ടൈം എന്ന് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, ഒരു ആവറേജ് കറണ്ട് ആണ് എനിക്ക് വേണ്ടതെന്ന് വിചാരിച്ചോ. ആവറേജ് കറണ്ട് എടുക്കുമ്പോൾ അതിനർത്ഥം ചാർജിന്റെ വേഗത അല്ലെങ്കിൽ ചാർജിന്റെ ആ ഒരു പോക്ക് എന്തായിരിക്കില്ല? കോൺസ്റ്റന്റ് ആവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ട വരും എന്നറിയോ? ആവറേജ് എടുക്കുമ്പോൾ ആവറേജ് വെലോസിറ്റിന്റെ കൺസെപ്റ്റ് +1 നമ്മൾ പഠിച്ചതാണ് അല്ലെ? ആവറേജ് വെലോസിറ്റി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്താ എടുക്കുക? ആവറേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുക ചേഞ്ച് ഓഫ് ചാർജ് വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ ടൈം. ഇതാണ് നമ്മളെ എന്തിനും നമ്മൾ ആവറേജ് എടുക്കുമ്പോൾ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ സമയത്തിനുള്ളിൽ എത്ര ചാർജ് പോയി, അങ്ങനെയാണ് നമ്മൾ എന്തെടുക്കുക? കറണ്ടിന്റെ ആവറേജ് എടുക്കുക. ക്ലിയർ ആണോ? ഒരു ടേം കൂടി ഉണ്ട് കറണ്ടിന്. എന്താണെന്ന് അറിയോ? ഇൻസ്റ്റന്റേനിയസ് കറണ്ട്. ഇൻസ്റ്റന്റേനിയസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പെട്ടെന്നുള്ളത്. ഇൻസ്റ്റന്റേനിയസ് കറണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പെട്ടെന്നുള്ളത് എന്നൊരു വേർഡിന് അർത്ഥം ടൈമില്ലേ ഡെൽറ്റ ടി. ഇതെന്താ അറിയോ? സ്മോൾ ഇന്റർവെൽ ഓഫ് ടൈം. ഒരു ചെറിയ സമയത്തിനുള്ളിൽ ചെറിയ ചാർജ് ഫ്ലോ ചെയ്തു. എവിടെ? ഒരു കണ്ടക്ടറിൽ. കണ്ടക്ടറൊക്കെ എന്താണെന്ന് അറിയാലോ? ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടക്ടറൊക്കെ പഠിച്ചതാണ്. അപ്പോ ആ ഒരു ചെറിയ സമയത്തിനുള്ളിൽ ഡെൽറ്റ ടൈമിൽ എത്ര ചാർജ് ഫ്ലോ ചെയ്തു അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം? ആവറേജ് കറണ്ട് എന്ന് വിളിക്കാം. ഇൻസ്റ്റന്റേനിയസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സമയപരിധി വളരെ 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 ചെറുതായിരിക്കും. എന്ന് പറഞ്ഞാൽ ചെറിയ സമയത്തിനുള്ളിൽ എനിക്ക് കറണ്ട് കാണണം. അപ്പൊ ഞാൻ ഈ ഒരു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി ചേഞ്ച് ടു ഡി ക്യൂ ബൈ ഡി ടി. ഇതാണ് നമുക്ക് കൂടുതലായിട്ടും നമ്മൾ +2 ഉപയോഗിക്കുന്ന ഫോർമുല. I is equal to dq by dt. എന്താ dq എന്ന് പറഞ്ഞാൽ? ചേഞ്ച് ഓഫ് ചാർജ് വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ ടൈം. ഓർ നമുക്ക് ഇതിന് എന്ത് പറയാം? റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ്. റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു ടൈം എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോ 3 ഇക്വേഷൻ ആണ് നമുക്ക് കറണ്ടിനുള്ളത്. 3 ഇക്വേഷൻ എന്താണെന്ന് അറിയാലോ? I is equal to q by t നമ്മൾ എപ്പോഴും ഉപയോഗിക്കുക. അത് ചാർജ് കോൺസ്റ്റന്റ് ആയിട്ട് ഫ്ലോ ചെയ്യണം. ചാർജിന്റെ എണ്ണം സമയത്തിനനുസരിച്ച് എന്ത് ചെയ്യാൻ പാടില്ല? മാറാൻ പാടില്ല. നമ്മൾ കറണ്ടിന്റെ ആവറേജ് ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ഇക്വേഷൻ എന്താണ്? ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ ഇത്ര ചാർജ്, ഇത്ര എണ്ണാണ് ഇവിടുന്ന് ഇവിടം വരെ ഫ്ലോ ചെയ്യുന്നത്. എത്ര സമയം? ഡെൽറ്റ ടി സമയത്തിൽ. ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് കറണ്ട് എന്ന് പറയുന്ന അർത്ഥം ഇൻസ്റ്റന്റേനിയസ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു സമയത്തിനുള്ളിൽ ഈ ഡെൽറ്റ ക്യൂനെ ഞാൻ മാറ്റിയിട്ട് ഡി ക്യൂ ബൈ ഡി ടി ആക്കണം. ഇത്രയേ ഉള്ളൂ എന്ത്? കറണ്ടിന്റെ ബേസിക് ഇക്വേഷൻസ്. ക്ലിയർ അല്ലേ? കറണ്ട് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു പിന്നത്തെ ഒരു പിക്ചർ എന്ന് പറഞ്ഞാൽ കറണ്ട് എവിടെയാണ് ഉണ്ടാവുക? കറണ്ട് ഉണ്ടാവുക വയറുകളിലാണ് കറണ്ട് ഉണ്ടാവുക അല്ലെ? വയർ എന്ന് പറഞ്ഞാല്
ഇലക്ട്രിക് വയർ എന്ന് പറഞ്ഞാൽ അതൊരു കണ്ടക്ടർ ആണ്. എന്താണ് കണ്ടക്ടർ എന്ന് അറിയാലോ? കണ്ടക്ടർ എന്ന് പറഞ്ഞാല് കണ്ടക്ടർ ഇസ് മെറ്റീരിയൽ ഇറ്റ് ഈസ് ഹാവിംഗ് മോർ എക്സസ് നമ്പർ ഓഫ് ചാർജസ്. ഒരു മെറ്റീരിയലിന്റെ കയ്യിൽ എക്സസ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ചാർജസ് ഉണ്ടെങ്കിൽ നമ്മൾ അവൻ എന്ത് വിളിക്കും? അവൻ നമ്മൾ കണ്ടക്ടർ എന്ന് വിളിക്കും. ഇൻസുലേറ്റർ ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ്, എന്തില്ല? ഫ്രീ ചാർജസ് ഇല്ല. അപ്പൊ കറണ്ട് ഫ്ലോ ചെയ്യുക എവിടെയായിരിക്കും? കണ്ടക്ടറിലായിരിക്കും. ഓക്കെ, അപ്പൊ കണ്ടക്ടറിന്റെ ബിഹേവിയർ ഒക്കെ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ ചെറിയതായിട്ട് കുറച്ച് ബിഹേവിയർ ഒക്കെ പറഞ്ഞിരുന്നു. അതിന്റെ കുറച്ച് ബേസിക്സ് നമുക്ക് ഈ ഒരു കറണ്ട് ഇലക്ട്രിസിറ്റി ചാപ്റ്ററിലും ആവശ്യമാണ്. എന്താണ് അതിന്റെ ബേസിക്സ് ഞാൻ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കയ്യിൽ ഒരു കണ്ടക്ടർ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ കറണ്ട് ഫ്ലോ എപ്പോഴും ഡിസ്കസ് ചെയ്യുക എവിടെ ആയിരിക്കും എന്നറിയോ? കറണ്ട് ഫ്ലോ നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന മെറ്റീരിയൽ അതൊരു കണ്ടക്ടർ ആയിരിക്കും. കണ്ടക്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത് ദാറ്റ് ഈസ് ഹാവിംഗ് ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഇതിന്റെ ഉള്ളിലുണ്ട്. ഓക്കെ, ഫൈൻ. അപ്പോ നമ്മുടെ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്, റാൻഡംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, കുറെ ഉണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന അത്ര 1, 2, 3 അങ്ങനെ എണ്ണാൻ കഴിയില്ല. അവോഗാഡ്രോ നമ്പർ ഓഫ് ഫ്രീ ചാർജസ് ഓരോ കണ്ടക്ടറിലും ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ ഒരു റാൻഡം അറേഞ്ച്മെന്റ് ആണ്, പോസിറ്റീവും നെഗറ്റീവ് എല്ലാം മിക്സ്ഡ് ആണ്. ഈ ഒരു സ്ഥലത്തേക്ക് ഞാൻ എന്താ കൊടുക്കുന്നത്? ഞാനൊരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യാം. ഓക്കെ, എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ എനിക്കറിയാം ഇലക്ട്രോൺസ് എപ്പോഴും എങ്ങോട്ടാ മൂവ് ചെയ്യാം? ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമോ? യെസ്, ഇലക്ട്രോൺസ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്താൽ ഇലക്ട്രോൺ വിൽ ഓൾവേസ് മൂവ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോ ഇവിടെ ഇലക്ട്രോൺസ് എല്ലാതും ഇവിടെ വന്ന് അടിയും. എന്താ കാരണം? ഇലക്ട്രോൺസ് എക്സ്പീരിയൻസ് ഫോഴ്സ് ബിക്കോസ് ഓഫ് ദിസ് ഇലക്ട്രിക് ഫീൽഡ്. എവിടെന്നാ പഠിച്ചത്? നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിച്ചിട്ടുണ്ട്. ഇഫ് ദർ ഈസ് എ ചാർജ്, ഒരു ചാർജ് ഉണ്ട്, ആ ചാർജിനെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് ആര്? F is equal to QE. ഓർമ്മയില്ലേ? അപ്പോ ഒരു കണ്ടക്ടർ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള ഇലക്ട്രോൺസ് എല്ലാം ഒരു സൈഡിലേക്ക് വരികയും ചെയ്യും. അതിലുള്ള നെക്സ്റ്റ് പോസിറ്റീവ് ചാർജസ് എല്ലാം എവിടെ പോവും? അപ്പുറത്തെ സൈഡിലോട്ട് പോകും. അപ്പൊ നോക്കി, ഇത് ഇലക്ട്രിക് ഫീൽഡ് ആണ്, ഇത് അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ് ആണ്, എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഇതിന്റെ ഉള്ളിൽ തന്നെ എന്ത് സംഭവിക്കും? ഇതിന്റെ ഉള്ളിൽ വേറൊരു ഇലക്ട്രിക് ഫീൽഡ് ഇതിന്റെ ഉള്ളിൽ ഉണ്ടായി. എങ്ങനെ? അത് ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. നമ്മൾ ഡൈ ഇലക്ട്രിക്സ് എന്ന് പറഞ്ഞ ടോപ്പിക്സ് എടുത്തിരുന്നു, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ. അവിടെ നമ്മൾ മെക്കാനിസം ഓഫ് കണ്ടക്ടേഴ്സ് ഇൻ ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഡിസ്കസ് ചെയ്തിരുന്നു. അതേ ടോപ്പിക് തന്നെയാണ്, പക്ഷെ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു കൺസെപ്റ്റ് താഴെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. ശ്രദ്ധിക്കണേ, ഇതൊരു ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. പറഞ്ഞു വന്നത് ഈ സൈഡിൽ എല്ലായിടത്തും നെഗറ്റീവ് ചാർജ് അക്യുമുലേറ്റ് ആവും, ഈ സൈഡിൽ എല്ലായിടത്തും പോസിറ്റീവ് ചാർജ് അക്യുമുലേറ്റ് ആവും. അപ്പൊ നോക്കി, നെറ്റ് ഇലക്ട്രിക് ഫീൽഡ്, ഇതിന്റെ ഉള്ളിൽ എത്ര നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് വരാം? ഇതിന്റെ ഉള്ളിൽ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് മൈനസ് ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം ഇൻസൈഡ് എ കണ്ടക്ടർ, ഒരു കണ്ടക്ടറിന്റെ ഉള്ളിൽ എപ്പോഴും ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. എപ്പോ? when there is no external battery. ഒരു ബാറ്ററി ഒന്നും കൊടുക്കാണ്ടിരിക്കുമ്പോൾ ഒരു കണ്ടക്ടറിന്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് എന്തില്ല? ഇല്ല. അപ്പൊ നമ്മൾ രണ്ടും കൂടി ആഡ് ചെയ്യുക. നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും കണ്ടക്ടറിനുള്ളിൽ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ കണ്ടക്ടർ ഇസ് ഓൾവേസ് 0. കാരണം എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ വാല്യൂ തന്നെ ആയിരിക്കും ഉള്ളിലുണ്ടായിട്ടുള്ള ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ്. അതുകൊണ്ട് ഒരു കണ്ടക്ടറിന്റെ ഉള്ളിൽ എപ്പോഴും ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? 0 ആയിരിക്കും. മറക്കരുത്, എപ്പോ? കണ്ടീഷൻ മറക്കരുത്. when there is no external battery. ഒരു ബാറ്ററിയും ഇല്ലാണ്ടിരിക്കുമ്പോ കണ്ടക്ടറിന്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും 0 ആയിരിക്കും. ക്ലിയർ അല്ലേ കൺസെപ്റ്റ്? ഇനി അടുത്തത്, ഇനി ഞാൻ ഇതേ കണ്ടക്ടറിൽ ഞാൻ ഒരു ബാറ്ററി കണക്ട് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിച്ചോട്ടോ, ഞാൻ ഈ കണ്ടക്ടറിൽ ബാറ്ററി കണക്ട് ചെയ്യാം. അപ്പോ എന്ത് സംഭവിക്കും? ബാറ്ററി കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മളൊരു വോൾട്ടേജ് കൊടുക്കുക എന്നാണ് അർത്ഥം, അല്ലെ? വോൾട്ടേജ് കൊടുക്കുമ്പോൾ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ക്രിയേറ്റ്സ് എന്ത്? ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ഞാനൊരു കണ്ടക്ടർ എടുത്തു, ആ കണ്ടക്ടറിന്റെ ലെങ്ത് ഞാൻ L ആണെന്ന് വിചാരിച്ചു. ഓക്കെ, ആ L കണ്ടക്ടർ ലെങ്ത് ഉള്ള കണ്ടക്ടറിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജും എന്ത് തന്നെ ആയിരിക്കും? ഞാൻ കൊടുത്ത ബാറ്ററിയുടെ വോൾട്ടേജ് തന്നെ ആയിരിക്കും.
ശരിയല്ലേ? യെസ്. അപ്പൊ അങ്ങനെയാകുമ്പോ ഈ ബാറ്ററിയുടെ ഇവിടെ പോസിറ്റീവ് ആണ്, ഇവിടെ നെഗറ്റീവ് ആണ്. ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് അങ്ങനെ തന്നെ, ഇവിടെയുള്ള എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡും ഞാൻ കൊടുത്ത അതേ ഡയറക്ഷൻ, ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്നാണ് എന്ത് വരിക? ഇതാണ് എന്റെ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ നേരത്തെ സംഭവിച്ചതുപോലെ തന്നെ ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഈ ഇലക്ട്രോൺസിനെ എല്ലാതും പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി പിടിച്ചു വലിക്കും. അപ്പൊ ഈ ഇലക്ട്രോൺസ് എല്ലാം ഈ വയറിലൂടെ ഫ്ലോ ചെയ്ത് എവിടെ എത്തും? പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററിയിൽ എത്തും. അപ്പൊ പറഞ്ഞു വന്നത്, ഈ ഇലക്ട്രോൺസ് ഒരിക്കലും ഇവിടെ കൂടി നിൽക്കുന്നില്ല. ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവുമായിട്ട് കൂടി നിൽക്കുന്നില്ല. ഇവിടെയുള്ള പോസിറ്റീവ് ചാർജിനെല്ലാം നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി പിടിച്ചിങ്ങോട്ട് വലിക്കുമ്പോൾ ഇവിടെയുള്ള നെഗറ്റീവ് ചാർജിനെല്ലാം പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി പിടിച്ചിങ്ങോട്ട് വലിക്കും. എന്ന് പറഞ്ഞാൽ there is no accumulation of charges. ചാർജസ് ഇവിടെ കൂടി നിൽക്കുന്നില്ല. ചാർജസ് ഇവിടെ കൂടി നിൽക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം, ഈ ഒരു കണ്ടക്ടറിൽ നമ്മൾ നോക്കുമ്പോ ഇതിന്റെ ഉള്ളിൽ എത്ര ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും? ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഒന്ന് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്, അത് ഈ ഒരു ബാറ്ററി കൊടുക്കുന്ന പുറത്തുനിന്നുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ്. പിന്നെ ഇതിന്റെ ഉള്ളിൽ ചാർജസ് കൊണ്ടുണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോ ഒരു ബാറ്ററി ഒന്നും കണക്ട് ചെയ്യാതെ വെറുതെ നമുക്ക് ഇത് മാത്രമായിരുന്നെങ്കിൽ ഇതിന്റെ ഉള്ളിലുള്ള നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, അതെന്തായിരുന്നു? നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരുന്നു. കാരണം എന്താണ്? ഇവിടെ കുറച്ച് നെഗറ്റീവ് ചാർജ്, ഇവിടെ കുറച്ച് പോസിറ്റീവ് ചാർജ്. അപ്പൊ പുറത്തുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ എമൗണ്ടിൽ ഉള്ളിലുണ്ടാവും. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ക്യാൻസൽ ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടാം? നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് കിട്ടുക. പക്ഷെ നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ ചാർജസ് ഇങ്ങോട്ട് പിടിച്ചു വലിക്കുന്നു എന്നത് മാത്രമല്ല, നമ്മൾക്ക് ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഒരിക്കലും എന്താവൂല? 0 ആവുകയില്ല. എപ്പോ? വെൻ വി കണക്ട് ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഉള്ളിൽ 0 ആവില്ല. എന്ന് പറഞ്ഞാൽ ഇത് കണ്ടക്ടർ ആണ്. കണ്ടക്ടറിന്റെ ഉള്ളിൽ എന്താ ഉണ്ടാവുക? ലാർജ് നമ്പർ ഓഫ് ചാർജസ് ഉണ്ടാവും. ആ ചാർജസ് എല്ലാം ഇപ്പോൾ എന്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്? ആ ചാർജസ് ഒരു ഇലക്ട്രിക് ഫീൽഡ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ചാർജസ് ഒരു ഇലക്ട്രിക് ഫീൽഡ് എക്സ്പീരിയൻസ് ചെയ്താൽ നമ്മൾ തുടക്കത്തിൽ എഴുതിയ ഫോർമുല, ഇത് എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? ഇതൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. വൈ? ബിക്കോസ് ഇഫ് വി ഹാവ് എ ചാർജ് ആൻഡ് an electric field, it will experience a force that is equal to F is equal to QE. നമ്മൾ പഠിച്ചതാണ് ഏത് ചാപ്റ്ററിലെ? ഇലക്ട്രോസ്റ്റാറ്റിക് ചാപ്റ്ററിലെ. ഞാനിവിടെ മൈനസ് ഇടാൻ കാരണം ഇത് ഇലക്ട്രോൺ ആയതുകൊണ്ടാണ്. അപ്പോ ഈ ചാർജസ് ഒരു എന്തിലല്ല? ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനൊരു ഇലക്ട്രിക് ഫീൽഡ്, നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് 0 അല്ല when we connected to the battery, and this will experience a force. ആ ഫോഴ്സ് എങ്ങടായിരിക്കും? ആ ഫോഴ്സ് ഇങ്ങനെ പിടിച്ചു വലിക്കുന്ന ഫോഴ്സ് ആയിരിക്കും. ആ ഫോഴ്സിന്റെ ഫോർമുല F is equal to QE. അപ്പോ ഈ ഇലക്ട്രോണിന് ഫോഴ്സ് ഉണ്ട്, ഈ ഇലക്ട്രോണിന് ഡെഫിനറ്റ്ലി ഒരു മാസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് പറയാൻ കഴിയും ഈ ഇലക്ട്രോൺ will experience an acceleration. ശ്രദ്ധിച്ചിരിക്കണേ, electrons experience a force, electron has mass, definitely this will have a acceleration. ആരാ പറഞ്ഞ? ന്യൂട്ടനാ പറഞ്ഞ F is equal to ma. അവിടുന്ന് A can be written as force divided by mass. എഴുതിക്കൂടെ നമുക്ക്? ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ആണ്. F is equal to ma. So F എന്താണ് ഇവിടെ? F എന്ന് പറഞ്ഞാൽ ദേ ഇവിടുന്ന് കിട്ടി. എന്താണ്? ചാർജ് ബൈ ഇലക്ട്രിക് ഫീൽഡ് ഡിവൈഡഡ് ബൈ m. നെഗറ്റീവ് ജസ്റ്റ് ഷോസ് ദി ഡ്രിഫ്റ്റ്. ഇങ്ങോട്ടുള്ള വെലോസിറ്റി, ഇങ്ങോട്ടുള്ള ഒരു മോഷൻ ആയതുകൊണ്ടാണ് നമ്മൾ നെഗറ്റീവ് ചാർജ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്താ നെഗറ്റീവ് കൊടുത്തത്. ഓക്കെ, ഫൈൻ. അപ്പൊ ഇതാണ് എന്ത്? ഇതാണ് ആക്സിലറേഷൻ ഓഫ് ചാർജസ്. തിരിഞ്ഞല്ലോ? ആക്സിലറേഷൻ ഓഫ് ചാർജ് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇതാണ് ഒരു ഇലക്ട്രോണിന്റെ ആക്സിലറേഷൻ ഇൻസൈഡ് ദി കണ്ടക്ടർ. എന്താ ഇതിനർത്ഥം? ഇലക്ട്രോണ് ബാറ്ററി കണക്ട് ചെയ്താൽ ഇലക്ട്രോൺസ് എല്ലാതും ഇങ്ങനെ ആക്സിലറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കാന്നാണോ? ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇൻക്രീസിങ് സ്പീഡ് അല്ലെങ്കിൽ ഡിക്രീസിങ് സ്പീഡിനെ നമ്മൾ ആക്സിലറേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ എന്ന് പറയാം. അപ്പൊ ഇലക്ട്രോൺ ഒരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്താൽ ഇങ്ങനെ സ്പീഡ് കൂടിക്കൊണ്ടേയിരിക്കുമോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത്? നോ. കാരണം എന്താണെന്നറിയോ? ഈ ഇലക്ട്രോൺസ് ഇതിൻ്റെ ഉള്ളിൽ കുറേ നമ്പർ ഓഫ് റിമൈനിങ് ആറ്റംസ് ഉണ്ടാവും. ശ്രദ്ധിച്ചിരിക്കണേ, ഇതിൻ്റെ ഉള്ളിൽ ലാർജ് നമ്പർ ഓഫ് റിമൈനിങ് ആറ്റംസ്, കുറേ ആറ്റംസ് ഉണ്ടാവും. എന്ന് മാത്രമല്ല, ഇത് ഒരു നോർമൽ നമ്മളൊരു കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ, റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ, എത്രയാ റൂം ടെമ്പറേച്ചർ? 23 ഡിഗ്രി സെൽഷ്യസ്. ഒരു 23 ഡിഗ്രി സെൽഷ്യസിൽ എടുത്തു കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺസ് എല്ലാം, ഫോർഗെറ്റ് അബൌട്ട് ബാറ്ററിനെല്ലാം മറന്നേ കിട്ടോ കുറച്ചു നേരത്തേക്കും.
ആ ഇലക്ട്രോൺസ് എല്ലാം റാൻഡം മോഷനിലായിരിക്കും. എന്താ റാൻഡം മോഷൻ എന്ന് പറഞ്ഞാല് ഈ ഇലക്ട്രോൺസ് എല്ലാം റൂം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 23 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ന് പറഞ്ഞാൽ അത് ബിക്കോസ് ഓഫ് ദി എനർജി ടെമ്പറേച്ചറിൽ നിന്നൊരു എനർജി കിട്ടിയിട്ട് ഇതിന്റെ ഉള്ളിലുള്ള ഇലക്ട്രോൺസ് എല്ലാം വളരെ സ്പീഡിൽ മൂവ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കും. 10⁴ മീറ്റർ പെർ സെക്കൻഡ് ഒക്കെയാണ് അതിന്റെ വെലോസിറ്റി, ഇതിന്റെ ഉള്ളിലുള്ള ഇലക്ട്രോണിന്റെ വെലോസിറ്റി. പക്ഷേ നമ്മൾക്ക് അതിനെ കൊണ്ട് ഒന്നും ഒരു ഉപകാരം ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഒരു ഇലക്ട്രോൺ നിറച്ച് ഇലക്ട്രോൺ ആണ്, there are so many atoms and which is having so many free electrons. അപ്പൊ ആ ഇലക്ട്രോൺസ് എല്ലാം ഹൈ വെലോസിറ്റിയിൽ ഇങ്ങോട്ട് പോവുമായിരിക്കും, ഒരാൾ ഇങ്ങോട്ട് പോവുമായിരിക്കും എന്ന് പറഞ്ഞാലേ റാൻഡം മോഷനാ. പ്രത്യേകിച്ച് ഒരു ഡയറക്ഷനും ഉണ്ടാവുകയില്ല എപ്പോ ബാറ്ററി ഒന്നും കണക്ട് ചെയ്യാണ്ടിരിക്കുമ്പോ. ഇനി ബാറ്ററി കണക്ട് ചെയ്താൽ ഓരോ ഇലക്ട്രോൺസിനും ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സ് ആണ് ഞാൻ ഇവിടെ എഴുതിയത്. അപ്പോൾ ഓരോ ഇലക്ട്രോൺസിനും ആക്സിലറേഷൻ ഉണ്ടാവും. അപ്പോൾ ഒരാൾക്ക് ആക്സിലറേഷൻ ഉണ്ടായി, സ്പീഡ് പെട്ടെന്ന് കൂടി. പക്ഷെ സ്പീഡ് പെട്ടെന്ന് കൂടിയപ്പോ എന്താ സംഭവിച്ചിട്ടുണ്ടാവുന്നറിയോ? സ്പീഡ് പെട്ടെന്ന് കൂടിയാലും എന്റെ കണ്ടക്ടറിന്റെ ഷേപ്പ് ഒന്നും മാറുന്നില്ല. കണ്ടക്ടറിന്റെ ഷേപ്പ് മാറുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനുള്ളിലെ ചെറിയൊരു ഫിഗർ വരക്കാണ്. ഇവിടെ ഇലക്ട്രോൺ ഉണ്ട്, ആ ഇലക്ട്രോൺ നേരെ ഇങ്ങോട്ട് പോയി ബിക്കോസ് ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഫോഴ്സ്. അപ്പൊ ഇവിടെ പോയപ്പോ ഇവിടെ വേറെ ആറ്റം ഉണ്ടായിരുന്നു, ബിക്കോസ് ഇറ്റ്സ് ലൈക്ക് സോ മെനി ആറ്റംസ് വിത്തിൻ ദിസ് കണ്ടക്ടർ. അപ്പൊ അതിനും പോയി ഇടിച്ചു, ഇറ്റ് കൊളൈഡ് വിത്ത് ദിസ് ആൻഡ് ഇടിച്ചപ്പോ അതിന്റെ വെലോസിറ്റി 0 ആയി. പിന്നെ അതിനുശേഷം പിന്നെ എക്സ്പീരിയൻസ് ചെയ്ത ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൺ റാൻഡം വെലോസിറ്റി. പോയി ഇടിക്കുന്നു, ആക്സിലറേഷൻ പോകുന്നു, പിന്നെയും അടുത്ത ആളെ പോയി ഇടിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ കണ്ടിന്യൂസ് കൊളീഷൻ. അത് കൊളൈഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, അടുത്തുള്ള ആളുകളെ കൂട്ടിയിടിക്കുന്നു, പിന്നെയും അതിന്റെ ആക്സിലറേഷൻ ഉണ്ടാവുന്നു, പിന്നെയും കൂട്ടിമുട്ടുന്നു. there are so many electrons. അത് അടുത്തുള്ള റിമൈനിങ് ആറ്റത്തിനായിട്ട് കൂട്ടിമുട്ടുന്നു, പിന്നെയും ആക്സിലറേറ്റ് ആവുന്നു, പിന്നെയും കൂട്ടിമുട്ടുന്നു, 0 വെലോസിറ്റി ആവുന്നു, പിന്നെ ആക്സിലറേറ്റ് ആവുന്നു. This you can imagine that this is so many things, like the same things are happening for the electrons. ഇലക്ട്രോൺസിനെ കൂട്ടിമുട്ടുന്നു, 0 വെലോസിറ്റി ആവുന്നു, പിന്നെ ആക്സിലറേറ്റ് ആവുന്നു, കൂട്ടിമുട്ടുന്നു. Why? Because there are so many ആറ്റത്തിന്റെ കുറെ പോർഷൻസിൽ കൊണ്ടേ ഇടിക്കുമോ അങ്ങനെ വെലോസിറ്റി ഇല്ലാണ്ടാകുന്നു. അത് നിരന്തരം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ കഴിയും? ഇതിനൊരു ആക്സിലറേറ്റഡ് മോഷൻ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, പറയാൻ പറ്റില്ല. ആക്സിലറേറ്റഡ് മോഷൻ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഹൈ സ്പീഡിൽ പോയിക്കൊണ്ടേയിരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമ്മള് ആക്സിലറേഷൻ ഉണ്ട്, ശ്രദ്ധിച്ചിരിക്കണേ കൺസെപ്റ്റ്. ആക്സിലറേഷൻ ഉണ്ട്, പക്ഷെ ഈ ആക്സിലറേഷൻ ഒരു എന്തായിട്ടില്ല, ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിട്ട് എപ്പോഴും ഈ ഇലക്ട്രോൺസ് ഉണ്ടാവില്ല. കാരണം ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ തന്നെ കൂടെ അപ്പുറത്തുള്ള ഒരാളെ പോയിരിക്കും. അത് കഴിഞ്ഞ് ഇടിച്ചു കഴിഞ്ഞാൽ അതിന്റെ വെലോസിറ്റി 0 ആയി, പിന്നെ അതിന് തൊട്ടപ്പുറത്ത് പിന്നെ ആക്സിലറേഷൻ കിട്ടും. അങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഫോർ ഇറ്റ്സ് ഡയറക്ഷൻ ആൻഡ് കൊളീഷൻ. അപ്പൊ നമ്മൾ വിളിക്കും തൊട്ട അടുത്ത ആളെ പോയി ഇടിക്കുന്ന. റാൻഡം ആണ്, റാൻഡം എന്ന് പറഞ്ഞാൽ ഇടിക്കുന്നു, പിന്നെയും അടുത്ത ആളെ പോയി ഇടിക്കുന്നു. ദർ ഇസ് നോ യൂണിഫോം, ഒരു യൂണിഫോം ഒന്നുമില്ല. അപ്പൊ നമ്മൾ വിചാരിക്കാണ് ഒരു ടോ എന്ന് പറയുന്ന കൺസെപ്റ്റ്. നമ്മൾ വിചാരിക്കാണ് ഇവിടെയുള്ള ആളെ പോയിട്ട് അടുത്തുള്ള ആളെ പോയി ഇടിക്കും. ആ ഇടിക്കുന്ന ടൈമിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് ടോ. അതിനെ ഞാൻ വിളിക്കുന്ന പേര് റിലാക്സേഷൻ ടൈം എന്നാണ്. എന്താണ് റിലാക്സേഷൻ ടൈം? റിലാക്സേഷൻ ടൈം എന്ന് പറഞ്ഞാല് ടൈം ഇന്റർവെൽ ബിറ്റ്വീൻ 2 കൊളീഷൻ. 2 കൊളീഷന്റെ ഇടയിലുള്ള ടൈം ഇന്റർവെൽ ആണ് എന്ത്? റിലാക്സേഷൻ ടൈം. അവനെ നമ്മൾ വിളിക്കുന്ന പേര് ടോ എന്നാണ്. ശ്രദ്ധിച്ചിരിക്കണേ. ഇനി ഞാൻ വിചാരിക്കുകയാണ് ഈ ഒരു ഇലക്ട്രോണ് ഇവിടെ നിന്ന് പിന്നത്തെ അടുത്തുള്ള ആളെ വന്ന് ഇടിക്കുമ്പോൾ അതിന് സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു ആവറേജ് പാത്ത്, ഒരു ഡിസ്റ്റൻസ്, അതിനെ ഞാൻ വിളിക്കുകയാണ് ലാംഡ. അതിനെ ഞാൻ വിളിക്കുകയാണ് മീൻ ആവറേജ് path. That is the distance covered between collision. 2 കൊളീഷന്റെ ഇടയിൽ സഞ്ചരിക്കാവുന്ന ഡിസ്റ്റൻസിനെയാണ് ഞാൻ എന്ത് വിളിക്കുന്നത്? ലാംഡ എന്ന് വിളിക്കുന്നത്. ഓക്കെ. അപ്പൊ ഞാന് ഈ പറഞ്ഞ സാധനം ഏതാ? ആദ്യം ഇത് ഉണ്ടായിരുന്നത് എന്തല്ല, ആദ്യം ഞാൻ ബാറ്ററി ഒന്നും കണക്ട് ചെയ്തിരുന്നില്ല എന്ന് പറഞ്ഞാൽ, ബാറ്ററി ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അതിന് വെലോസിറ്റി ഉണ്ടോ? വെലോസിറ്റി ഉണ്ട്. പക്ഷെ വെലോസിറ്റി എങ്ങനെയാണ്? റാൻഡം വെലോസിറ്റി ആണ്. ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനില്ല, കൂട്ടിമുട്ടുന്നു. റാൻഡം വെലോസിറ്റി, ഞാൻ നേരത്തെ വരച്ച ഫിഗർ, അങ്ങോട്ടും ഡ്രിഫ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, അങ്ങോട്ടും പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അതിന് ഇനീഷ്യൽ വെലോസിറ്റി, ഇതാണ് ഇതിന്റെ ഇനീഷ്യൽ കണ്ടീഷൻ. ബാറ്ററി ഒന്നും ഇല്ലാത്തപ്പോഴാണ് അതിന്റെ ഇനീഷ്യൽ കണ്ടീഷൻ. അപ്പൊ എനിക്ക് പറയാൻ കഴിയും ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ദ ഹോൾ സിസ്റ്റം ഓഫ് ഇലക്ട്രോൺസ് എന്താണ്? 0 ആണ്.
അപ്പൊ ആക്സിലറേഷൻ എപ്പോ കിട്ടിയത്? ആക്സിലറേഷൻ കിട്ടിയത് നമ്മൾ ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തതിന് ശേഷമാണ് ഇതിന് ആക്സിലറേഷൻ കിട്ടിയത്. അപ്പൊ നമ്മൾ വിചാരിക്കണം ആക്സിലറേഷൻ കിട്ടി, ഇനീഷ്യൽ വെലോസിറ്റി കിട്ടി, അപ്പൊ ഇതിന് ഫൈനൽ വെലോസിറ്റി കുറച്ച് കഴിഞ്ഞാൽ ഇതിനുണ്ടാവുന്ന ഫൈനൽ വെലോസിറ്റി എത്രയാ? കാണുന്നില്ല അല്ലെ? കുറച്ച് കഴിഞ്ഞാൽ ഇതിനുണ്ടാവുന്ന ഫൈനൽ വെലോസിറ്റി നമുക്കറിയാം. അഗൈൻ ന്യൂട്ടൺസ് ഇക്വേഷൻ ഫോർമുല v is equal to u plus at. ചില ഇക്വേഷൻ v എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിക്കുകയാണ് ഫൈനൽ വെലോസിറ്റി. ഫൈനൽ വെലോസിറ്റി ഞാൻ v എന്ന് വിളിച്ചു. u എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി ആണ്. ഇനീഷ്യൽ വെലോസിറ്റി ഞാൻ പറഞ്ഞു എന്താണ്? ഒരു കണ്ടക്ടറിലെ ബാറ്ററി ഒന്നും കണക്ട് ചെയ്യാതിരിക്കുമ്പോൾ അതിനുണ്ടാവുന്ന വെലോസിറ്റി റാൻഡം വെലോസിറ്റി ആണ്. ആ റാൻഡം വെലോസിറ്റി വെക്ടർ ക്വാണ്ടിറ്റി ആണ്. നമ്മൾ അതിനെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടാൻ പോകുന്ന ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കും. പ്ലസ് ആക്സിലറേഷൻ. ആക്സിലറേഷൻ എനിക്ക് കിട്ടി എന്താണ്? ആക്സിലറേഷൻ ഫോർ എ ചാർജ് അതെന്താ? ദേ കിടക്കണം. എന്താണത്? QE/m. പ്ലസ് മൈനസ് ഞാനിപ്പോ എടുക്കുന്നില്ല. ഫൈൻ. ടി ടൈം. എത്ര ടൈമാണ് നമ്മൾ ഇവിടുത്തെ ടൈം എടുക്കുന്ന റൊട്ടേഷൻ ഇതാണ്, ടോ ആണ്. സോ ഇതാണ് നമ്മുടെ വെലോസിറ്റി. ഞാൻ പറഞ്ഞു ഈ വെലോസിറ്റി എങ്ങനത്തെ വെലോസിറ്റി ആണ്? ഈ വെലോസിറ്റി എന്ന് പറഞ്ഞാല് ഒരാളെ പോയി തട്ടുന്നു, പിന്നെ അവിടുന്ന് പിന്നെ ആക്സിലറേഷൻ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അതിങ്ങനെ തട്ടി 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 പോകുന്ന വെലോസിറ്റിയാണ്. ആ വെലോസിറ്റിനെ നമ്മൾ നോർമലി വിളിക്കാറുള്ള പേരാണ് എന്തെന്നറിയോ? ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഡ്രിഫ്റ്റിംഗ് എന്നാണോ അറിയോ? റേസിംഗ് ഒക്കെ കാണാറില്ല, സിനിമയൊക്കെ കാണാറുള്ള ഒരിക്കൽ കാർ റേസിംഗിലൊക്കെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഗെയിം കളിക്കുമ്പോൾ നമുക്ക് ഉള്ള ഒരു ടാസ്ക് ആയിരിക്കും ഡ്രിഫ്റ്റിംഗ്. ഡ്രിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരച്ചു പോകുക എന്നാണ് അർത്ഥം. വളവൊക്കെ വരുമ്പോൾ കാറൊക്കെ ഡ്രിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാല് സ്കിഡ് അയച്ചു പോകുന്നതെന്നൊക്കെ പറയാം. അപ്പൊ ഈ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നില്ല, അത് നേരെ പോയിക്കൊണ്ടിരിക്കുകയല്ല, അടുത്ത ആളെ ഇടിച്ച് ഡ്രിഫ്റ്റ് ചെയ്തിട്ടാണ് ഇലക്ട്രോണിന്റെ പോകുന്നത്. ആ പോകുന്നത് എന്ത് ടൈപ്പ് അല്ല, ആക്സിലറേറ്റഡ് മോഷൻ അല്ല. കാരണം അടുത്ത ആൾ ഇടിക്കുന്നു, പിന്നെ വെലോസിറ്റി 0 ആവുന്നു, പിന്നെയും. അപ്പൊ നമ്മൾ ആസ് എ ഹോൾ സിസ്റ്റം ഇതിനെ ഒരു മൊത്തത്തിലൊരു സിസ്റ്റം ആയിട്ട് എടുത്താൽ അവനുണ്ടാകുന്ന വെലോസിറ്റിയാണ് നമ്മൾ എന്ത് പറയാ? ഡ്രിഫ്റ്റ് വെലോസിറ്റി. അതിന്റെ ഫോർമുലയാണ് നമ്മൾ ഇപ്പൊ ഡെറൈവ് ചെയ്തത്. എന്ത്? QE/m². ഇതാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റിന്റെ ഡെറിവേഷൻ വിത്ത് റെസ്പെക്ട് ടു ഇലക്ട്രിക് ഫീൽഡ്, റിലാക്സേഷൻ ടൈം, ചാർജ്, മാസ്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾക്ക് അടുത്തൊരു ഡെറിവേഷൻ നമ്മൾക്ക് ചോദിക്കാനുള്ളത് ഇലക്ട്രിക് ഫീൽഡ് അല്ലാതെ വോൾട്ടേജ് അപ്ലൈഡും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ ആണ്. നമ്മളോട് എക്സാമിന് 3 മാർക്കിന് ചോദിക്കാന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതണം? ഇതുവരെ എഴുതിയ കാര്യങ്ങളൊക്കെ എഴുതാം. എന്താണ്? ഒരു കണ്ടക്ടറിൽ നമ്മൾ ബാറ്ററി കണക്ട് ചെയ്താൽ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് QE എന്ന് എഴുതി, ആക്സിലറേഷൻ F/m ആണെന്ന് എഴുതി, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, വെലോസിറ്റി is equal to u plus at എല്ലാം ചെയ്ത് ഇവിടം വരെ എത്തി. പക്ഷെ എനിക്ക് വേണ്ട ക്വസ്റ്റ്യൻ എന്തല്ല? ഡ്രിഫ്റ്റ് വെലോസിറ്റിയും ഇലക്ട്രിക് ഫീൽഡും അല്ല. എനിക്ക് ചോദിച്ചിട്ടുള്ള എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഡ്രിഫ്റ്റ് വെലോസിറ്റിയും, സോറി ഇതിലല്ലേ ഡ്രിഫ്റ്റ് വെലോസിറ്റി, ഇത് വെലോസിറ്റി അല്ല, ഇത് വോൾട്ടേജാ. ഡ്രിഫ്റ്റ് വെലോസിറ്റിയും വോൾട്ടേജ് തമ്മിലാണ് റിലേഷൻ എങ്കിൽ നമ്മൾ എങ്ങനെ എഴുതണം? ഇതുവരെ എഴുതിയ കാര്യങ്ങൾ അങ്ങനെ തന്നെ എഴുതാം. എന്നിട്ടോ ഇനി എഴുതാൻ പോണ കാര്യം ശ്രദ്ധിച്ചോടാ. ഇലക്ട്രിക് ഫീൽഡും എനിക്ക് വേണ്ടത് ഇലക്ട്രിക് ഫീൽഡിലാണ് കിട്ടിയത്, എനിക്ക് വേണ്ടത് വോൾട്ടേജ് ആണ്. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, കപ്പാസിറ്റൻസ് ആൻഡ് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് രണ്ടാമത്തെ പാഠത്തില് നമ്മൾ ഉപയോഗിച്ച ഒരു റിലേഷൻ ഉണ്ട്. എന്താണെന്നറിയോ? സ്മോൾ ചേഞ്ച് ഇൻ ദ വോൾട്ടേജ്. ശ്രദ്ധിക്കണേ, സ്മോൾ ചേഞ്ച് ഇൻ ദ വോൾട്ടേജ് അവിടെ നമ്മൾ ഉപയോഗിച്ചത് പൊട്ടൻഷ്യൽ ആയിരിക്കും. സ്മോൾ ചേഞ്ച് ഇൻ ദ പൊട്ടൻഷ്യൽ ഇസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദാറ്റ് ടു. ഒരു കണ്ടക്ടറിൽ പറയുകയാണെങ്കിൽ ആ ഒരു കണ്ടക്ടറിന്റെ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ദ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ. ഈ റിലേഷൻ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. അപ്പൊ നമുക്ക് വേണ്ടത് ഈ കണ്ടക്ടറിന്റെ മൊത്തത്തിലുള്ള ലെങ്ത് എത്രയാണ്? dx അല്ല, ഇതിന്റെ മൊത്തത്തിലുള്ള ലെങ്ത് എത്രയാണ്? L ആണ്. അപ്പൊ ഞാൻ dxന് പകരം L സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇലക്ട്രിക് ഫീൽഡിന് പകരം ഇലക്ട്രിക് ഫീൽഡ്. ഈ കണ്ടക്ടറിൽ അപ്ലൈ ചെയ്തിട്ടുള്ള വോൾട്ടേജ് dV അല്ല, ഈ കണ്ടക്ടറിൽ അപ്ലൈ ചെയ്തിട്ടുള്ള വോൾട്ടേജ് ഏതാ? V ആണ്. അപ്പൊ എനിക്ക് എഴുതാൻ കഴിയും എന്ത്? വോൾട്ടേജ് അക്രോസ് ദിസ് കണ്ടക്ടർ ഇസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ലെങ്ത്. പുതിയതല്ല, റിലേഷൻ പഴയതാണ്. അപ്പൊ ഞാൻ ഈ സാധനത്തിന് ഏതാ? സപ്പോസ് ഞാൻ ഇതിന് ഇക്വേഷൻ 2 എന്ന് വിളിച്ചു, ഇക്വേഷൻ 1 എന്ന് വിളിച്ചു. അപ്പൊ ഞാൻ 2 in 1
2 in 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഇവിടുന്ന് ഇലക്ട്രിക് ഫീൽഡ് നെഗറ്റീവ് ഷോസ് ജസ്റ്റ് ദ ഡിഫറൻസ് ആട്ടോ. അപ്പൊ ഞാൻ മാഗ്നിറ്റ്യൂഡ് വൈസ് മാത്രം എടുക്കുന്നുള്ളൂ. ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു വോൾട്ടേജ് ബൈ ലെങ്ത്. വെരി ഇമ്പോർട്ടന്റ് റിലേഷൻ ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു വോൾട്ടേജ് ബൈ ലെങ്ത്. അത് ഞാൻ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പൊ ഞാൻ എനിക്ക് കിട്ടും ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇസ് ഈക്വൽ ടു ചാർജ് ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് ഞാൻ എഴുതാണ് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ മാസ് L2. ഇതാണ് ആര് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇൻ ടേംസ് ഓഫ് വോൾട്ടേജ്, ലെങ്ത്, റിലാക്സേഷൻ ടൈം, മാസ്, ചാർജ് ഓഫ് ദി കണ്ടക്ടർ. അപ്പോ ഡ്രിഫ്റ്റ് വെലോസിറ്റിക്ക് നമുക്ക് 2ഉം 3ഉം ടൈപ്പ് ഡെറിവേഷൻസ് നമുക്ക് സ്കൂളിൽ ചോദിക്കാം. അതിൽ ഫസ്റ്റ് ഡെറിവേഷൻ ആയിരുന്നു ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇൻ ടേംസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. കഴിഞ്ഞു. രണ്ടാമത്തെ ഡെറിവേഷൻ ആണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇൻ ടേംസ് ഓഫ് വോൾട്ടേജ്. ഒന്നും ചെയ്തിട്ടില്ല, ഇലക്ട്രിക് ഫീൽഡിനെ വോൾട്ടേജ് ബൈ എൽ എന്ന് എഴുതി ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഡൺ. ക്ലിയർ ആയല്ലോ? സോ ഇതാണ് നമ്മുടെ ഡ്രിഫ്റ്റ് വെലോസിറ്റിയും ഇലക്ട്രിക് ഫീൽഡും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും അപ്ലൈഡ് വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻ. വെരി ഇമ്പോർട്ടന്റ്. അടുത്തൊരു റിലേഷൻ 3 മാർക്കിന് തന്നെ ചോദിക്കാറുള്ളത്, ഡിറൈവ് ദി എക്സ്പ്രഷൻ കണക്ടിങ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ആൻഡ് കറന്റ്. ഡ്രിഫ്റ്റ് വെലോസിറ്റിയും റിലേഷൻ കണക്ടിങ് വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. റിലേഷൻ പെന്ന് കത്തിക്കല് കഴിഞ്ഞു. റിലേഷൻ കണക്ടിങ് കറന്റ് ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി വെരി ഇമ്പോർട്ടന്റ് ആണ്. വെരി ഇമ്പോർട്ടന്റ് 3 മാർക്ക് ഡെറിവേഷൻ. ചിലപ്പോൾ 5 മാർക്സ്. ഒരു ക്വസ്റ്റ്യൻ കൂടെ തന്നാൽ, സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ കൂടെ തന്നാൽ 5 മാർക്കിന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ? നമ്മൾ ചെയ്യേണ്ടത് ഇപ്പൊ വരച്ച ഫിഗർ അങ്ങനെ തന്നെ വരക്കാം. ഒരു കണ്ടക്ടർ, ആ കണ്ടക്ടറിന്റെ ലെങ്ത് L, ആ കണ്ടക്ടർ കണക്ട് ചെയ്തിരിക്കുന്ന ബാറ്ററിയുടെ വോൾട്ടേജ് V, അവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് E, എല്ലാം പറഞ്ഞിട്ട് നമ്മൾ ചെറിയൊരു കൺസ്ട്രക്ഷൻ നമ്മൾ ഇതിൽ കൊടുക്കേണ്ടതുണ്ട്. ഈ ഒരു കണ്ടക്ടറിൽ നമ്മൾ കാണാൻ പോകുന്നത് അറിയാലോ എന്താണ്? കറണ്ടും ഡ്രിഫ്റ്റ് വെലോസിറ്റിയാണ്. അപ്പൊ ഞാൻ ചെറിയൊരു ക്രോസ് സെക്ഷൻ ഇവിടെ വരക്കാണ്. ശ്രദ്ധിക്കണേ. ഈ കണ്ടക്ടറിന്റെ ഉള്ളില് ചെറിയൊരു പോർഷൻ ഞാൻ വരക്കാണ്. ആ പോർഷന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തിന് ഞാൻ ഏരിയ എ ആണെന്ന് വിളിച്ചു. ഇതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാല് ഇതിന്റെ ഉള്ളില് ഇലക്ട്രോൺസ് ഉണ്ട്, ഇഷ്ടംപോലെ ഇലക്ട്രോൺസ് ഉണ്ട്, ഫുള്ള് ത്രൂ ഔട്ട് ഇലക്ട്രോൺസ് ഉണ്ട്. ഞാന് ഇതിന്റെ ഉള്ളിലുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ കണ്ടക്ടറിൽ ഒരു യൂണിറ്റ് വോളിയത്തിലുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ ഞാൻ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുമെന്നറിയോ? N, സ്മോൾ n. ഞാൻ പറഞ്ഞ കുറെ ഇലക്ട്രോൺസ് ഇതിന്റെ ഉള്ളിലുണ്ട്. എനിക്ക് കാണേണ്ട എന്ന് മറക്കരുത്, കറണ്ടും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും. കറണ്ട് എന്ന് പറഞ്ഞാൽ ഫ്ലോ ഓഫ് ചാർജസ് ആണ്. അപ്പൊ ചാർജസിന്റെ എണ്ണം, ഇലക്ട്രോൺസിന്റെ എണ്ണം എനിക്ക് വളരെ കൃത്യമായിട്ട് കിട്ടണം. അപ്പൊ ഞാൻ N ഡിനോട്ട് ചെയ്തു. N എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചിരിക്കണേ, N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം. ഒരു യൂണിറ്റ് വോളിയത്തിൽ N നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു ക്രോസ് സെക്ഷൻ കൺസിഡർ ചെയ്തിട്ട് ഞാൻ നോക്കുകയാണ്, ഈ ഒരു ക്രോസ് സെക്ഷന്റെ ഉള്ളിൽ ഡെൽറ്റ ടി ടൈമിനുള്ളിൽ ഇതിലൂടെ എത്ര ചാർജ് ഫ്ലോ ചെയ്യും എന്നാണ് ഞാൻ നോക്കുന്നത്. എന്താ ഞാൻ നോക്കുന്നത്? ഡെൽറ്റ ടൈം എന്ന് പറഞ്ഞ ടൈം ഡ്യൂറേഷനിൽ ഈ കണ്ടക്ടറിലൂടെ എത്ര ചാർജ് ഫ്ലോ ചെയ്യും. ഓക്കെ. അപ്പൊ എനിക്കറിയാം, ഞാൻ വിചാരിക്കണം ഡെൽറ്റ ടൈം അല്ലേ, ചെറിയ സമയമല്ലേ. അപ്പൊ ഞാൻ ചെറിയ ചാർജ് എടുത്തു. ഞാൻ വിചാരിക്കാം ചെറിയ ചാർജ് ഫ്ലോ ചെയ്യും ഈ കണ്ടക്ടറിലൂടെ. അപ്പൊ എനിക്കറിയാം ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ ചാർജിനെ പഠിച്ച വെരി ഇമ്പോർട്ടന്റ് റിലേഷൻ ആണ് Q is equal to NE. Charge is equal to number into charge of electron. Total number of charge is equal to integer multiple n into charge of one electron. അപ്പൊ ഞാൻ അതേപോലെ Q is equal to number of charges into charge of an electron. Charge of an electron. നോക്കിയേ, ഞാൻ എടുക്കാണ് ഡെൽറ്റ ടി സമയത്തിൽ എത്ര ചാർജ് ഇതിലൂടെ ഫ്ലോ ചെയ്തിട്ടുണ്ടാവും. കാരണം ഇത് ബാറ്ററി പിടിച്ച് വലിക്കുന്നില്ലേ? യെസ്, ഇവിടെ ബാറ്ററി പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, ഇതിനൊരു ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സ് ഇങ്ങോട്ട് പിടിച്ച് വലിക്കുമ്പോൾ ഡെൽറ്റ ടി സമയത്തിനുള്ളിൽ
ഇതിന്റെ ഉള്ളിലൂടെ എത്ര ചാർജ് ഫ്ലോ ചെയ്തിട്ടുണ്ടാകും, അതാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പർ ഓഫ് ചാർജസ് ഫ്ലോയിങ് ഇൻ ഡെൽറ്റ ടി. അപ്പൊ എനിക്ക് പറയാൻ കഴിയും എന്താ, ശ്രദ്ധിച്ചിരിക്കണേ. അപ്പൊ ഞാൻ വിചാരിക്കാണ് ഒരു യൂണിറ്റ് വോള്യത്തിൽ n നമ്പർ ഓഫ് ചാർജ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ വോള്യത്തിന്റെ ഉള്ളിൽ എത്ര ചാർജസ് ഉണ്ടാകും? ഒരു യൂണിറ്റ് വോള്യത്തിൽ n നമ്പർ ഓഫ് ചാർജസ് ആണുള്ളതെങ്കിൽ ഇതിന്റെ വോള്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ കണ്ടുപിടിക്കാം? വാട്ട് ഈസ് ദ ഫോർമുല ഫോർ വോള്യം? വോള്യം എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു ലെങ്ത് ആണ് വോള്യം. അപ്പൊ ഞാൻ വിചാരിക്കാണ് എനിക്ക് വേണ്ട റിലേഷൻ ആരാ? എനിക്ക് വേണ്ട റിലേഷൻ മറക്കരുത്, കറണ്ടും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും തമ്മിലാണ്. കറണ്ട് എനിക്കറിയാം ചാർജ് ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി ആണ്. ഡ്രിഫ്റ്റ് വെലോസിറ്റി എനിക്ക് ഇവിടെ കൊണ്ടുവരണം. എനിക്കറിയാം ഒരു കണ്ടക്ടറിൽ ബാറ്ററി കണക്ട് ചെയ്താൽ ഇതിനുണ്ടാവുന്ന വെലോസിറ്റി എന്താണ്? ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ്. അപ്പൊ ഞാൻ ഏരിയ കിട്ടി, ആ ഏരിയനെ ലെങ്ത് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? വോള്യം കിട്ടും. അപ്പൊ n ഇൻറ്റു, ശ്രദ്ധിച്ചിരിക്കണേ, n ഇതിന്റെ കത്തിക്കലും കഴിഞ്ഞു, ശ്രദ്ധിക്കുന്നുണ്ടോ? n ഇൻറ്റു എന്താ നമ്പർ ഓഫ് ചാർജ് പെർ യൂണിറ്റ് വോള്യം. ഒരു യൂണിറ്റ് വോള്യത്തിലുള്ള n കിട്ടി, അതേ മൾട്ടിപ്ലൈഡ് ബൈ ഈ വോള്യം ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിലുള്ള എന്ത് കിട്ടും? ചാർജ്, ടോട്ടൽ ചാർജ്. അപ്പൊ ഇതിന്റെ വോള്യം കണ്ടുപിടിക്കാൻ, ഇതിന്റെ വോള്യം എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു ലെങ്ത് എന്നാണ് ഞാൻ വിചാരിച്ചു. ഇതിന്റെ മൊത്തത്തിൽ ഞാൻ L ലെങ്ത് ആണെന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ n ഇൻറ്റു ഏരിയ ഇൻറ്റു ലെങ്ത് ചെയ്തപ്പോൾ ടോട്ടൽ ഇതാണ് എന്റെ എന്ത്, ശ്രദ്ധിച്ചിരിക്കണേ, ഇതാണ് ടോട്ടൽ വോള്യം, ഇതാണ് n. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? ടോട്ടൽ നമ്പർ ഓഫ് ചാർജസ് കിട്ടി ഇൻറ്റു ചാർജ്, ഇൻറ്റു ഈ സാധനം ചാർജ് നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്തത്. ഓക്കെ, സ്മോൾ ഇ എന്നെ കൊടുത്താൽ മതി, സ്മോൾ ഇ. പക്ഷെ ഇപ്പൊ എനിക്ക് ഡെൽറ്റ ക്യൂ കിട്ടി, ചാർജ് കിട്ടി. എനിക്ക് ഇവിടെ എന്ത് വന്നിട്ടില്ല? ഇവിടെ എനിക്ക് ഡ്രിഫ്റ്റ് വെലോസിറ്റി വന്നിട്ടില്ല. ശ്രദ്ധിച്ചിരിക്കണേ. അപ്പൊ ഡ്രിഫ്റ്റ് വെലോസിറ്റി വരാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു മോഡിഫിക്കേഷൻ കൊടുക്കുകയാണ്. ലെങ്ത് ഇസ് ഈക്വൽ ടു എനിക്കറിയാം ലെങ്ത് ഇസ് ഈക്വൽ ടു എന്താണ്? വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. ശ്രദ്ധിച്ചിരിക്കട്ടോ, ലെങ്ത് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം, ശരിയല്ലേ? അപ്പോ ഇവിടെയുള്ള വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്ത് വെലോസിറ്റി ആണ്? ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ്. ചെറിയ ലെങ്ത് കേട്ടോ. അപ്പൊ ഞാൻ ഈ ചെറിയ ലെങ്തിനെ കൊടുക്കുകയാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇൻറ്റു എത്ര ടൈം? ഡെൽറ്റ ടി ടൈമിലാണ് ഞാൻ ഇതിനെ നോക്കുന്നത്. അപ്പൊ ഞാൻ L is equal to V ഡെൽറ്റ ടി എന്ന് കൊടുത്തു. അത് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. N ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, VD ഡെൽറ്റ ടി ചാർജ്. ഇതാണ് ആര്? ഇതാണ് ചാർജ്, ടോട്ടൽ നമ്പർ ഓഫ് ചാർജസ് ഇൻ ദി സ്മോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻ ടൈം ഡെൽറ്റ ടി. അതാണ് ഞാൻ ചെയ്തത്. കഴിഞ്ഞു ഡെറിവേഷൻ കഴിഞ്ഞു. എനിക്ക് കാണുന്നത് കറണ്ട്. എനിക്കറിയാം കറണ്ട് ഇസ് ഈക്വൽ ടു ആരാ? കറണ്ട് എന്ന് പറഞ്ഞാൽ dq ബൈ dt ആണ് കറണ്ട്. അപ്പൊ dq ഉണ്ട്, dt ഇവിടെ ഉണ്ട്, നേരെ താഴേക്ക് എടുത്തേ. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? dq ബൈ dt ചെയ്തപ്പോ എന്ത് കിട്ടി? n കിട്ടി. ചാർജ് ഇവിടെ ഉണ്ട്, E ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, VD ഡ്രിഫ്റ്റ് വെലോസിറ്റി. സോ ഇതാണ് ആര്? ഇതാണ് കറണ്ടും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ. വെരി 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 ഇമ്പോർട്ടന്റ് റിലേഷൻ ആണ്. അപ്പൊ ഞാൻ മെൻഷൻ ചെയ്യാം. n എന്താ? n നമ്പർ ഓഫ് ചാർജസ് പെർ യൂണിറ്റ് വോളിയം, നമ്പർ ഓഫ് ചാർജ് പെർ യൂണിറ്റ് വോളിയം. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ആരുടെ ക്രോസ് സെക്ഷൻ? കണ്ടക്ടറിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അത് തന്നെ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. പിന്നെ ആരാ? VD എന്ന് പറഞ്ഞാൽ ആരാ? VD എന്ന് പറഞ്ഞാല് ഡ്രിഫ്റ്റ് വെലോസിറ്റി. എന്താ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാല്? ആവറേജ് വെലോസിറ്റി ബൈ വിച്ച് ദ ഇലക്ട്രോൺസ് ആർ ഡ്രിഫ്റ്റഡ്. Average velocity by the electrons are drifted when a voltage is applied across the conductor. അപ്പോൾ ഈ ഒരു റിലേഷൻ ഓർത്തു വെക്കുക. സിമ്പിൾ ആണ്. എന്താ ചെയ്തത്? നമ്മൾ ഒന്നും എക്സ്ട്രാ ചെയ്തിട്ടില്ല. നമ്മൾ ഇതുവരെ ചെയ്ത രണ്ട് ഡെറിവേഷനിൽ കൂടെ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തി. എന്താണ് ആ മോഡിഫിക്കേഷൻ? നമ്മൾ ഇവിടെ ചെറിയൊരു പോർഷൻ കൺസിഡർ ചെയ്തു. ശ്രദ്ധിക്കണേ, ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. ചെറിയൊരു പോർഷൻ ഞാൻ കൺസിഡർ ചെയ്തു. ആ പോർഷനിൽ കൂടെ പാസ് ചെയ്യുന്ന ചാർജസിനെ ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ്. ലക്ഷ്യം മറക്കരുത്, കറണ്ടും ഡ്രിഫ്റ്റ് വെലോസിറ്റിയാണ്. അപ്പൊ ചാർജിനെ ഞാൻ ഫ്ലോ ചെയ്യുമ്പോൾ കണ്ടുപിടിക്കുമ്പോൾ ഞാൻ ഡെൽറ്റ ടി എന്ന് പറഞ്ഞ സമയത്തിന്റെ പരിമിതിയിൽ നിന്നുള്ള ചാർജ് ഫ്ലോ ആണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A ആണ്. ചാർജ് എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയാം Q is equal to NE ആണ്. എന്താ? ടോട്ടൽ നമ്പർ ഓഫ് ചാർജസ്, ഇതിന്റെ ഉള്ളിലുള്ള ടോട്ടൽ നമ്പർ. അപ്പൊ എനിക്ക് ഒരു വോള്യത്തിൽ n നമ്പർ ആണ് ഉള്ളതെങ്കിൽ ഇത്രയും വോള്യത്തിൽ എത്ര ഉണ്ടാവും? n ഇൻറ്റു ഇത്രയും വോള്യം. അപ്പോ ഇത്രയും വോള്യം എങ്ങനെ കണ്ടുപിടിക്കുക? ഏരിയ ഇൻറ്റു ലെങ്ത് ആണ് വോള്യം.
അത് ഞാൻ ചെയ്തു. ഏരിയ ഇൻറ്റു ലെങ്ത് വോളിയം കിട്ടി. ഇതാണ് ടോട്ടൽ വോളിയം. അതേ ഇൻറ്റു നമ്പർ ഓഫ് ചാർജ് പെർ യൂണിറ്റ് വോളിയം. അപ്പൊ ഇത് മൊത്തത്തിൽ ടോട്ടൽ നമ്പർ ഓഫ് ചാർജസ് കിട്ടും. ഇതാണ് ആര്? ടോട്ടൽ നമ്പർ ഓഫ് ചാർജ്. എവിടെയുള്ള ചാർജ്? ഇതിൻ്റെ ഉള്ളിലുള്ള ചാർജ്. അതേ ഇൻറ്റു ചാർജ് ഇതാ ഈ സാധനം ചെയ്തു. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? ഡി ക്യു എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷന്റെ ഉള്ളിലുള്ള സ്മോൾ എമൗണ്ട് ഓഫ് ചാർജ് കിട്ടി. എനിക്കറിയാം കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് എന്ന് പറഞ്ഞാൽ ഡി ക്യു ബൈ ഡി ടി ആണ്, റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ്. അപ്പൊ ഡി ക്യു ഉണ്ട്, ഡി ടി ആയിട്ട് ഡിവൈഡ് ചെയ്തു. അവിടെ ഡി ടി ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അതിൻ്റെ ഒരു കാര്യം ശ്രദ്ധിക്കുക. എൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. ഇവിടെ എന്ത് വെലോസിറ്റി ആണ്? ഇവിടെ ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഡി ക്യു ബൈ ഡി ടി ചെയ്തു. അവസാനം ഐ ഈസ് ഈക്വൽ ടു ബാക്കിയുള്ള വാല്യൂസ് എൻ, ചാർജിനെ ഞങ്ങൾ എഴുതി എ പി ഡി. ഇതാണ് കറണ്ടും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും തമ്മിലുള്ള വെരി ഇമ്പോർട്ടന്റ് റിലേഷൻ. ഡയറക്റ്റ് ന്യൂമറിക്കലും ചോദിക്കാറുണ്ട്, ഡെറിവേഷൻ ചോദിക്കാറുണ്ട്. കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ പഠിച്ച് നിർത്തിയ അവസാനത്തെ റിലേഷൻ തന്നെ തുടങ്ങാണ്. കറണ്ടും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും തമ്മിൽ വെരി ഇമ്പോർട്ടന്റ് റിലേഷൻ. ഐ ഈസ് ഈക്വൽ ടു എൻ ഇ എ വി ഡി. എൻ എന്ന് പറഞ്ഞാല് നമ്പർ ഓഫ് ചാർജ് പെർ യൂണിറ്റ് വോളിയം, ഇ എന്ന് പറഞ്ഞാൽ ചാർജ് ഓഫ് ഇലക്ട്രോൺ, എ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, വി ഡി എന്ന് പറഞ്ഞാൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു റിലേഷനെ നമ്മൾക്ക് പരിചയമുള്ള ഒരു റിലേഷനിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ് കേട്ടോ. ശ്രദ്ധിച്ചിരിക്കണേ ഈ സ്റ്റെപ്സ്. ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ കണ്ടുപിടിച്ചു. എന്താണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇൻ ടേംസ് ഓഫ് വോൾട്ടേജ് എന്ന് പറഞ്ഞാല് ഈ ഒരു റിലേഷൻ ആയിരുന്നു. ചാർജ്, വോൾട്ടേജ് അപ്ലൈഡ്, മാസ്, ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ, ടോ ഇസ് ദ റിലാക്സേഷൻ ടൈം. ഇത് ഞാൻ നേരത്തെ നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റിയും വോൾട്ടേജും തമ്മിൽ ഡിറൈവ് ചെയ്ത റിലേഷൻ ആയിരുന്നു. ഞാൻ ആ സാധനത്തിനെ കൊണ്ടുപോയിട്ട് ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പൊ എനിക്ക് ഉണ്ടാവുന്ന ഇക്വേഷനിലെ ചേഞ്ചസ് നോക്കിക്കോട്ടോ. എൻ ഇ എ ഇ വോൾട്ടേജ് ബൈ എം എൽ ടോ. ഞാൻ ഐ ഒന്നും കൂടി ഒന്ന് റീഅറേഞ്ച് ചെയ്തു. വോൾട്ടേജിനെ കുറച്ച് മാറ്റി നിർത്താണ്. എൻ ഇ സ്ക്വയർ എ ടോ എം എൽ വി. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു പിക്ചർ നമ്മുടെ മനസ്സിൽ വേണം. നമ്മളിപ്പോ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കണ്ടക്ടർ ഉണ്ട്. ആ കണ്ടക്ടറിൽ അപ്ലൈഡ് വോൾട്ടേജ് വി ആണ്. ഇതിൽ കൂടെ പോകുന്ന കറണ്ട് ഐ ആണ്. ഇവിടെയുള്ള ഇലക്ട്രോണിന്റെ ഡ്രിഫ്റ്റ് വെലോസിറ്റി വി ഡി ആണ്. ഇതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫൈൻ. അപ്പൊ ഞാൻ ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്യാണ്. വോൾട്ടേജിനെ നിർത്തി ബാക്കി എല്ലാത്തിനും റൈറ്റ് ഹാൻഡ് സൈഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവരാം കേട്ടോ. അപ്പൊ എന്റെ ഇക്വേഷനിൽ ഉണ്ടാവുന്ന മാറ്റം ശ്രദ്ധിക്കണേ. എം എൽ ബൈ എൻ ഇ സ്ക്വയർ എ ടോ ഐ. ഞാൻ വിചാരിക്കുകയാണ് ദി ഹോൾ പ്രോസസ് ഇസ് ടേക്കിംഗ് പ്ലേസ് അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഇത് നടക്കുന്നത് ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഓക്കെ, എക്സ്പെരിമെന്റിൽ ടെമ്പറേച്ചർ മാറുന്നില്ല. അപ്പൊ ഞാനൊന്ന് നോക്കുകയാണ്. ഇതാരാ? വി ആരാ? വി ഇസ് ദ അപ്ലൈഡ് വോൾട്ടേജ്. വി ഇസ് ദി അപ്ലൈഡ് വോൾട്ടേജ് ആണ്. ഐ ആരാ? ഐ ഇസ് ദ കറണ്ട് ഇൻ ദ കണ്ടക്ടർ. ശ്രദ്ധിക്കണേ. മാസ് ചാർജ് കോൺസ്റ്റന്റ്, ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ കോൺസ്റ്റന്റ് അല്ലേ? അതെ. എൻ നമ്പർ ഓഫ് ചാർജ് പെർ യൂണിറ്റ് വോളിയം കോൺസ്റ്റന്റ്, ചാർജ് കോൺസ്റ്റന്റ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കോൺസ്റ്റന്റ്, ടോ റിലാക്സേഷൻ ടൈം കോൺസ്റ്റന്റ്. പറഞ്ഞു വന്നത് ഈ ഒരു ടേം മൊത്തം അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ ഇത് മൊത്തം കോൺസ്റ്റന്റ് ആണ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് അപ്ലൈഡ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആരാണ്? കറന്റ് പാസിംഗ് ത്രൂ ദ കണ്ടക്ടർ. ഓക്കെ, വോൾട്ടേജ് കൂടിയാൽ കറണ്ട് കൂടും. ഇത് എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ മുമ്പ്? യെസ്, വി ഹാവ് സ്റ്റഡീഡ് ദിസ് ഇൻ 10th സ്റ്റാൻഡേർഡ്. വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ. ആ പ്രൊപ്പോർഷണാലിറ്റി നമ്മൾ മാറ്റും എങ്ങനെ? വിത്ത് എ കോൺസ്റ്റന്റ് ദാറ്റ് ഇസ് നോൺ ആസ്. ആ ഒരു കോൺസ്റ്റന്റ് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? റെസിസ്റ്റൻസ്. ഇത് എപ്പ പഠിച്ചതാ? ഇത് 12th പഠിക്കുന്നല്ല, ഇത് നമ്മൾ 10th ക്ലാസ്സിൽ പഠിക്കുന്ന. പക്ഷെ ഇവിടെ നമ്മൾ ഇതെന്താണ്? ഇതൊരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമ്മള് ഇക്വേഷൻ, ഇതിന് ഞാൻ ഇക്വേഷൻ എ എന്ന് കൊടുത്തു, ഇതിന് ഞാൻ ഇക്വേഷൻ ബി എന്ന് കൊടുത്തു. എയും ബി ഒന്ന് കമ്പയർ ചെയ്തേ. വോൾട്ടേജ് വോൾട്ടേജ്, കറണ്ട് കറണ്ട്. ബാക്കിയുള്ളത് മൊത്തം ആരായിരിക്കും? ബാക്കിയുള്ളത് മൊത്തം എന്റെ റെസിസ്റ്റൻസിന്റെ വാല്യൂ ആയിരിക്കും. അതാരാ? ആർ ഈക്വൽ ടു ആർ ഈക്വൽ ടു എം ബൈ എൻ ഇ സ്ക്വയർ ടോ എൽ ബൈ എ. ശ്രദ്ധിക്കണേ, ഇതാണ് എന്റെ റെസിസ്റ്റൻസിന്റെ പുതിയ വാല്യൂ. റെസിസ്റ്റൻസിന് കിട്ടിയ പുതിയ വാല്യൂ ആണ് ഞാൻ എഴുതിയേക്കുന്നത്. അപ്പോ പക്ഷെ ഞാൻ 10th ക്ലാസ്സിൽ പഠിച്ച വേറൊരു റിലേഷനും കൂടി ഞാൻ ഒന്നും കൂടെ റിലേറ്റ് ചെയ്യാണ്. കാരണം 10th ക്ലാസ്സിൽ പഠിച്ചതും +2 പഠിച്ചതും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് മനസ്സിലാവണ്ടേ? യെസ്, ഞാൻ അഗൈൻ 10th സ്റ്റാൻഡേർഡിൽ ഞാൻ പഠിച്ചിരുന്നു R റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ.
ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് ലെങ്ത് കൂടിയാൽ റെസിസ്റ്റൻസ് കൂടും. പിന്നെ നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? റെസിസ്റ്റൻസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടിയാൽ റെസിസ്റ്റൻസ് കുറയും. ഇനി ഈ രണ്ട് പ്രൊപ്പോർഷണാലിറ്റി നമ്മൾ മാറ്റാണ് എങ്ങനെ? ഈക്വൽ ടു റോ എൽ ബൈ എ. ഇതാണ് നമ്മൾ എവിടെ പഠിച്ചത്? 10th സ്റ്റാൻഡേർഡ് പഠിച്ചത്. നമ്മൾ പറഞ്ഞു റോ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റ് നമ്മൾ വിളിക്കും റെസിസ്റ്റിവിറ്റി എന്ന് വിളിക്കും. ശരിയല്ലേ? ഇനി ഐ വാണ്ട് യു ടു കമ്പയർ ദിസ് ഇക്വേഷൻ ആൻഡ് ദിസ് ഇക്വേഷൻ. സി ആൻഡ് ഡി ഒന്ന് കമ്പയർ ചെയ്തേ. ദേ കിടക്കണ് 6, ദേ കിടക്കണ് 6, ദേ കിടക്കണ് എൽ ബൈ എ, ദേ കിടക്കണ് എൽ ബൈ എ. അപ്പൊ പറഞ്ഞ വന്നത് റോ ആരായിരുന്നു? റോ ഒരു കോൺസ്റ്റന്റ് ആയിരുന്നു. അതെന്തായിരുന്നു? റെസിസ്റ്റിവിറ്റി ആയിരുന്നു. ആ റെസിസ്റ്റിവിറ്റിയുടെ വാല്യൂ ഇപ്പൊ നമുക്ക് കിട്ടി. എന്താണ് റെസിസ്റ്റിവിറ്റിയുടെ വാല്യൂ? റോ ഈക്വൽ ടു എം ബൈ എൻ ഇ സ്ക്വയർ ടോ. ഇതാണ് റെസിസ്റ്റിവിറ്റി ഓഫ് എ കണ്ടക്ടർ. വെരി വെരി ഇമ്പോർട്ടന്റ് റിലേഷൻ. റെസിസ്റ്റിവിറ്റി ഓഫ് എ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എം ബൈ എൻ ഇ സ്ക്വയർ ടോ ആണ്. ടോ എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ടോ? ഈച്ച് ആൻഡ് എവറി ടൈം. ടോ എന്ന് പറഞ്ഞാൽ റിലാക്സേഷൻ ടൈം. എന്തായിരുന്നു റിലാക്സേഷൻ ടൈം എന്ന് പറഞ്ഞാല്? ടൈം ഇന്റർവെൽ ബിറ്റ്വീൻ ടു കൊളീഷൻ. രണ്ട് കൊളീഷൻ നടക്കുന്നുണ്ടെങ്കിൽ ആ കൊളീഷന്റെ ഇടയിലുള്ള ടൈം ഇന്റർവെലിനെയാണ് നമ്മൾ എന്ത് പറയാം? ടോ എന്ന് പറയാം. ബാക്കിയെല്ലാം അറിയാലോ. എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ചാർജസ് പെർ യൂണിറ്റ് വോളിയം. ഓക്കെ, അപ്പൊ ചെറുതായിട്ട് ഈ ഒരു ഇക്വേഷൻ ചെറിയൊരു കൺക്ലൂഷൻ നമുക്ക് കൊടുത്തു നോക്കാം. എന്താണ് കൺക്ലൂഷൻ? ടെമ്പറേച്ചർ കൂടിയാൽ എന്ത് സംഭവിക്കും? ഒരു കണ്ടക്ടറിലെ ടെമ്പറേച്ചർ കൂട്ടി നമ്മൾ ചൂടാക്കിയാൽ അതിന്റെ വൈബ്രേഷൻ തെർമൽ എനർജി കൂടും. പെട്ടെന്ന് കൂട്ടിയിടിക്കും. പെട്ടെന്ന് കൂട്ടിയിടിച്ചാൽ റിലാക്സേഷൻ ടൈം എന്താകും? ടൈം ബിറ്റ്വീൻ കൊളീഷൻ കുറയും. അപ്പൊ റെസിസ്റ്റിവിറ്റി എന്താകും? കൂടും. എവിടെ? കണ്ടക്ടറിൽ. ഓക്കെ, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. കഴിയില്ല. ഇതിന്റെ പ്രോബ്ലംസ് എപ്പോഴും ചോദിക്കാറുണ്ട്. ഏതിന്റെ പ്രോബ്ലംസ്? I is equal to NeV ചോദിക്കാറുണ്ട്. ചില സമയത്ത് കറണ്ടും ചാർജും തമ്മിലുള്ള റിലേഷൻ എന്തായിരുന്നു? I is equal to dq by dt. ഡിഫറൻഷിയേറ്റും വെച്ചിട്ടും ഇന്റഗ്രേഷൻ വെച്ചിട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ് ചെയ്യാം. അപ്പോ ടോപ്പിക്സ് എല്ലാം ക്ലിയർ ആണ്, കൺസെപ്റ്റ് ക്ലിയർ ആണ് എന്ന് ഉറപ്പുവരുത്താം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പുട്ട് ദാറ്റ് ഇൻ ദ കമന്റ് ബോക്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ക്ലാസ് മാക്സിമം നമ്മൾ ഒരാഴ്ച തേഴ്സ്ഡേ ഞാൻ റെക്കോർഡ് ചെയ്യും. നമുക്ക് ഫ്രൈഡേ ആഫ്റ്റർ എവറിത്തിങ് റെൻഡർ ചെയ്യണം, എക്സ്പോർട്ട് ചെയ്യണം, ഔട്ടൊക്കെ എടുത്തിട്ട് വേണം നമുക്ക് ക്ലാസ് അപ്ലോഡ് ചെയ്യാൻ. മാക്സിമം ഫ്രൈഡേ. ഇനി ബൈ ചാൻസ് നമുക്ക് തേഴ്സ്ഡേ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇൻഷാല്ലാ ഞാൻ ഫ്രൈഡേ ക്ലാസ് റെക്കോർഡ് ചെയ്യും. അത്രയും തിരക്കുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ക്ലാസ് സ്കിപ്പ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ കണ്ടിന്യൂവേഷൻ എന്താണ്? റെസിസ്റ്റിവിറ്റി, ഡ്രിഫ്റ്റ് വെലോസിറ്റി, കറണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രോബ്ലംസ് NCERT കുറെ പേര് കമന്റ്സിൽ ചോദിച്ചിരുന്നു. NCERTന്റെ പ്രോബ്ലംസ് ചെയ്യണം. നമുക്ക് പ്രോബ്ലംസ് കുറച്ച് ഫോക്കസ് ചെയ്ത് ചെയ്യാം. റെഗുലർ ആയിട്ട് ക്ലാസ് പോയി കഴിഞ്ഞാൽ ടെൻഷനിലാണ് അങ്ങോട്ട് പോകും. ഓക്കെ, അപ്പോൾ കൂടെ ഉണ്ടായിരുന്നവര് കട്ടക്ക് ഇനിയും കൂടെ ഉണ്ടാവുക. ക്ലാസ് നമുക്ക് ഇനിയും ഉഷാറായിട്ട് തന്നെ പോവാം. ക്ലാസ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. ഹെൽപ്ഫുൾ ആവുന്നവരൊക്കെ കാണട്ടെ, പഠിക്കട്ടെ. ഫിസിക്സ് എളുപ്പമാണ്, പഠിക്കാൻ നിങ്ങൾ റെഡിയാണോ? ഓക്കെ, ദിസ് ഇസ് മുനീഫ് ഹനീഫ വിത്ത് ദ ഫിസിക്സ് പ്ലസ് യൂട്യൂബ് ചാനൽ. അടുത്ത ആഴ്ച കാണാം. താങ്ക് യു സോ മച്ച്.